നിക്കാഹ് ഉണ്ടായിരുന്നു ജൂലൈ 28-ന്. ആഗസ്റ്റ് 4-ാം തീയതി ആയിരുന്നു നമ്മളെ ഇവിടുത്തെ പരിപാടി. അതായത് ഞങ്ങളിവിടെ കല്യാണം എന്ന് പറഞ്ഞ് ശീലമായി. അവിടെ നിക്കാഹ്, ഇവിടെ കല്യാണം. ശരിക്കും ഇവിടെ റിസപ്ഷനാണ്. ഞങ്ങൾ പറഞ്ഞ ശീലമായതുകൊണ്ട് കേട്ടോ. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു 2 days 30-നാണല്ലോ ഇത് ഇവിടെ പൊട്ടുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഒരു 10:30 ഉണ്ടാവും അല്ലേ? അപ്പത്തിനും ഇത് എല്ലാവരുടെ അടുത്തും എത്തിയിട്ടുണ്ട്. ഞാനിതൊന്നും അറിഞ്ഞില്ല. ഞാൻ ഇവളെ വീട്ടിലായിരുന്നു, അവിടെ കൊടുങ്ങല്ലൂർ, വൈഫ് ഹൗസ് കൊടുങ്ങല്ലൂർ. ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. അപ്പോൾ അന്ന് വരാൻ നിൽക്കുകയായിരുന്നു. അപ്പം അപ്പോഴാണ് ഇതിങ്ങനെ പൊട്ടുന്നത്. അപ്പത്തിനും ഞാൻ താഴെ ചെന്നപ്പോൾ എല്ലാവരും എൻ്റെ മുഖത്താണ് നോക്കുന്നത്. എന്തോ വയനാട് എന്തോ സംഭവിച്ചു. അപ്പോഴാണ് ന്യൂസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ പൊട്ടിയതും പിന്നെ ഫുള്ള് പ്രശ്നങ്ങളായി. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച് ചെറുതെന്തോ ഇത്ര പേരൊന്നും മരണപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന്. പിന്നീടാണ് ഇതിൻ്റെ ഒരു വലിയൊരു വ്യാപ്തി അറിയുന്നത്. ഇത്ര പേര് മരണപ്പെട്ടു എന്നൊക്കെ അറിയണം. അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടി, ഞാനൊരു യൂട്യൂബർ കൂടി ആണല്ലോ, അപ്പം നമ്മളെ പരിപാടി കുറച്ച് ഓളം കൂടുതലായിരിക്കുമല്ലോ. അപ്പം ഞാനിവിടെ 4 ദിവസത്തെ പരിപാടിയാണ് പ്ലാൻ ചെയ്തത്. 1, 2, 3, 4. 1-ാം തീയതി ബാച്ചിലർ പാർട്ടി, ഗ്രൂം ടു ബി, അങ്ങനെ ഒരു ഓളം. 2-ാം തീയതി രംഗോലി എന്ന് പറഞ്ഞ പരിപാടി, എനിക്കറിയില്ല ആ ഒരു പരിപാടി. 3-ാം തീയതി തലേന്ന് ഇവിടെ വെഡ്ഡിങ് തലേന്ന് DJ എല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാം ബുക്ക്ഡാണ്. പിന്നെ 4-ാം തീയതി ഇവിടെ മെയിൻ പ്രോഗ്രാം. അപ്പം ആ സമയത്ത് നമ്മൾ പ്രോഗ്രാമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷയവും. ഇവിടെയൊക്കെ വെച്ച് വീട്ടിലാണ് DJ 8000 വാട്ട്സിൻ്റെ DJ തോന്നൂല. അപ്പം എല്ലാവരും പറഞ്ഞ ആദ്യം പരിപാടി ചെറുതാക്കാം. അപ്പം ഞാൻ ചെറുതാക്കാൻ ഒട്ടും താല്പര്യമില്ല. നടത്തുകയാണെങ്കിൽ ഗ്രാൻഡായിട്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷമാണ്, ഡ്രീം അല്ലേ. അപ്പൊ ഇങ്ങനെ എല്ലാവരും വരണം, എല്ലാവരും പങ്കെടുക്കണം. പിന്നെ അളിയൻ്റെ വീട്, എൻ്റെ സ്വന്തം അളിയൻ്റെ വീട് മേപ്പാടിയാണ്. അതായത് ഈ ദൂരം കുറച്ചുകൂടി എടുത്ത് 10 കിലോമീറ്റർ എടുത്ത്. നമ്മൾ ഡയറക്റ്റ് കല്യാണം വിളിച്ച ആർക്കും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പം എല്ലാവരും വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് ക്യാൻസൽ ചെയ്താണ്, ഇപ്പൊ തൽക്കാലത്തേക്ക് വേണ്ട. കാരണം ആ ടൈമില് ഇപ്പൊ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോ വേറെ കുറെ പേര് ഇനി എന്താ കല്യാണമേ വേണ്ട വെച്ചോ, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വന്നു. അത് എന്റെ അബദ്ധം പറ്റിയതാണ്. അത് എന്താ അങ്ങനെ ഒരു വീഡിയോ ഒരു കറക്റ്റ് ക്ലാരിറ്റിയിൽ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോ വീഡിയോ ഒരെണ്ണം ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുണ്ടോ, കുപ്പിവെള്ളം. അതായത് എന്റെ ഫോട്ടോ ഒക്കെ അതാണ് അബദ്ധം പറ്റിയത്. അത് കൊടുക്കാൻ നേരത്തെ പെട്ടെന്ന് ഒരുത്തം വീഡിയോ എടുത്താണ് എന്റെ കൂടെ ഉള്ളത്. അപ്പം ഞാൻ മറന്നു, നമ്മളെ മനസ്സിലുണ്ടല്ലോ ഇത് ഇന്നതാണ്. പക്ഷെ നിങ്ങളോട് പറയുമ്പോൾ അത് പറയാൻ പറ്റിയില്ല എനിക്ക്. അത് ഭയങ്കര 60 ലക്ഷം ആൾക്കാരും കണ്ട്. അതിലാണ് പിന്നീട് എല്ലാവരും വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, കല്യാണം എന്താ ക്യാൻസൽ ചെയ്ത്. ഇപ്പോഴും നമ്മള് ഹണിമൂൺ പോയപ്പോ ജസ്റ്റ് ഇവിടെ അടുത്ത് പോയപ്പോ ആൾക്കാർ ഇത് ഏതാ പെണ്ണ്, അതെന്നെയാ പെണ്ണ്, ആൾക്കാർ വീഡിയോ കാണാം. എന്തോ ഇതൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നണ? ചില ഒരു പകുതി കണ്ടോരും അങ്ങനെയൊക്കെ കണ്ടു വന്നോരൊക്കെ.